കോഴിക്കോട് സൗത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ ഇത്തവണ മത്സരിക്കുന്നത് ബക്കറ്റ് ചിഹ്നത്തിലാണ്. സൗത്തിൽ LDFന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ചിഹ്നത്തിന്റെ കാര്യത്തിലായിരുന്നു. നേരത്തെ ഗ്ലാസ് ആയിരുന്നു കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കാമെന്നൊക്കെ തന്നെ ആലോചിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ബക്കറ്റാണ് അനുവദിച്ചത്. എങ്ങനെയാണ് കാണുന്നത്? ന്യായമായും ഒരു ചിഹ്നങ്ങൾ അനുവദിക്കുമ്പോൾ ദേശീയ കക്ഷികൾക്ക് നേരത്തെ തന്നെ ചിഹ്നങ്ങൾ ലഭ്യമാകും. സംസ്ഥാന പാർട്ടി അംഗീകാരമുള്ള പാർട്ടികൾക്കും ചിഹ്നങ്ങൾ നേരത്തെ ലഭ്യമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന നിലക്ക് പിന്നീട് മൂന്നാം സ്ഥാനത്താണ് പ്രിഫറൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കക്ഷികൾക്ക് അതാത് വർഷം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ നിന്ന് ഒരു ചിഹ്നം തിരഞ്ഞെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ഗ്ലാസ് ചിഹ്നത്തിലായതുകൊണ്ട് ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലങ്ങളായ കുന്നമംഗലത്തും കൊടുവള്ളിയിലുമൊക്കെ ഞങ്ങൾ മത്സരിച്ചത് LDF സ്വതന്ത്രന്മാർ മത്സരിച്ചത് ഗ്ലാസ് ചിഹ്നത്തിലായിരുന്നു. ആ ഗ്ലാസ് ചിഹ്നം തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കണം എന്നത് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പുതിയ ചിഹ്നങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഗ്ലാസ് ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്ലാസിനോട് സാമ്യമുള്ള പെട്ടെന്ന് വരക്കാൻ കഴിയുന്ന നമ്മുടെ സ്ത്രീകൾക്ക് സുപരിചിതമായ ഒരു ചിഹ്നം എന്ന നിലക്ക് ബക്കറ്റ് തന്നെയാണ് ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന സന്തോഷ വാർത്തയാണ് ഈ നിമിഷം പങ്കുവെക്കാൻ. നേരത്തെ ഗ്ലാസിന്റെ ചിഹ്നത്തിന്റെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും ഗ്ലാസ് പതിച്ചിട്ടുള്ള പോസ്റ്ററുകളും ചുവരെഴുത്തൊക്കെ തന്നെ കാണുകയുണ്ടായി. അതൊക്കെ ഇനി മായ്ക്കും. എങ്ങനെയാണ്? LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പോസ്റ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയോ വിളിച്ച് ഇന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. 26-ാം തീയതി മാത്രമേ ഞങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചു കിട്ടൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ആവേശമുള്ള ഞങ്ങളുടെ പ്രവർത്തകന്മാർ കഴിഞ്ഞ കൊല്ലം വരച്ച ചിഹ്നം വീണ്ടും വരച്ച ചിലയിടങ്ങളുണ്ടായി എന്നത് വസ്തുതയാണ്. ഇന്ന് രാത്രി തന്നെ അതൊക്കെ മാറ്റി വരക്കുന്ന ഉള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. അത് നടക്കും ഭംഗിയായിട്ട്. ഈ ചിഹ്നത്തിന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ആദ്യം ഗ്ലാസ് കണ്ടു, പിന്നീട് ബക്കറ്റ് കണ്ടു. അതെന്തെങ്കിലും തിരിച്ചടിയാകുന്നുള്ള സംശയം ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അല്പം പോലും ഭയമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം തന്നെയാണ് ഞങ്ങൾ ഇവിടെ റോഡ് ഷോ നടത്തിയത്. മറ്റൊരു കക്ഷിക്കും അങ്ങനെ പെട്ടെന്ന് ഒരു റോഡ് ഷോ നടത്താൻ കഴിയില്ല. റോഡ് ഷോ നടത്തുക മാത്രമല്ല ചെയ്തത്, അന്ന് രാത്രി തന്നെ ഞങ്ങൾ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ആദ്യമായി നോമിനേഷൻ സമർപ്പിച്ചത് ഈ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിൽ എല്ലായിടത്തും ഒന്നാമത് എത്താൻ ശരവേഗത്തിൽ കുതിക്കാനുള്ള ശക്തി ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ബക്കറ്റ് ചിഹ്നം ആളുകൾ ഏറ്റെടുക്കുമായിരിക്കുമല്ലേ? ബക്കറ്റ് ചിഹ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കേണ്ടത് ആവശ്യമില്ലാത്തൊരു ചിഹ്നമാണ്. വീട്ടിനകത്ത് ഗ്ലാസ് ആണ് നേരത്തെ അവർ ഉപയോഗിച്ചെങ്കിൽ ഇടക്കാലത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് വീണ് ഗ്ലാസ് പൊട്ടിയെന്ന് വരാം. ബക്കറ്റിന് അതിനേക്കാൾ ലൈഫുള്ളത് കൊണ്ട് എല്ലാ ദിവസവും അവർ കയ്യിൽ പിടിച്ച് നടക്കുന്നതുകൊണ്ട് മറന്നു പോകില്ല എന്ന് ഉറപ്പാണ്. ആ ബക്കറ്റ് മറ്റ് പലരുടെയും വൃത്തികേടുകളെ ക്ലീനാക്കാൻ കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉപയോഗിക്കും. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചതിന്. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാണിക്കൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ കോഴിക്കോട്.